നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോൾസ് ലൈഫ്. അടുത്ത സീസണിൽ ടൈറ്റിൽ നേടാൻ വേണ്ടി, ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നേടാൻ വേണ്ടിയിട്ട് ആർസണൽ അഥവാ ആർട്ടറ്റ എന്ത് ചെയ്യണം, ആരെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് നിങ്ങളുടെ വീഡിയോ ഉണ്ടാവില്ല, കാരണം ദി ആൻസർ ഇസ് മോർ ഓർ ലെസ് സ്ട്രേറ്റ് ഫോർവേഡ്. വേണ്ടത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റോൾസ് ആണ് എന്നെ സംബന്ധിച്ച്, ഹാസ് ടു ബി എ സ്ട്രൈക്കർ. നൗ കൈ ഹാവർട്സ് കഴിഞ്ഞ സീസൺ നല്ലോണം പെർഫോം ചെയ്തു, നമ്പേഴ്സ് ഉണ്ടാക്കി എന്നുള്ളത് അറിയാം. ആൻഡ് യെസ്, ചെൽസി ഫാൻസ് ആയ ഞങ്ങളെ ട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഞങ്ങൾക്ക് യാതൊരു വിഷമമില്ല കൈ ഹാവർട്സ് പോയതിൽ. അത് എത്ര ട്രോൾ ചെയ്താലും ഞങ്ങൾ അഫക്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ ദ പ്രോബ്ലം ഇസ്, ആർസണൽ ഫാൻസിന് അറിയാം പുള്ളിക്കാരൻ ഇസ് നോട്ട് ഒരു പ്രോപ്പർ നമ്പർ 9 ലീഡിംഗ് മാൻ അല്ല. പുള്ളിക്കാരനെ 20 ഗോൾസ് എക്സ്പെക്ട് ചെയ്യാം, പക്ഷേ കൈ ഹാവർട്സ് 20 ഗോൾസ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സീസണിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഒരു 25 അല്ലെങ്കിൽ 27 ഗോൾ അടിക്കാൻ പറ്റും. കാരണം കൈ ഹാവർട്സിന് അത്രത്തോളം ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ആർസണലിന് വേണ്ടത് ഈസ് ദാറ്റ് സ്ട്രൈക്കർ തന്നെത്താനെ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഗോൾ അടിക്കാനും പറ്റുന്നത്, ഹാഫ് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ള ടീമിന് വേണ്ടി ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു ലിങ്ക് പ്ലേയിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്ന ഒരു ക്ലിനിക്കൽ ഫിനിഷർ അപ്പ് ഫ്രണ്ട് ആവശ്യമുണ്ടെന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. മേ ബി ആർസണൽ ഫാൻസ്, മേ ബി ആർട്ടറ്റ ഡസന്റ് തിങ്ക് ദാറ്റ് വേ. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഇഷ്യൂ ഉണ്ട്. ഗോൾസ് വേറെ സൈഡിൽ നിന്ന് കൊണ്ടുവരണം. അതിനിപ്പുറത്ത് മാർട്ടിനെല്ലി അല്ലെങ്കിൽ ട്രൊസാർഡ്, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ കൺസിസ്റ്റന്റ്ലി ഫയർ ചെയ്യണം. എനിവേ ഷാക്ക അവൈലബിൾ ആണ്. ഷാക്ക 100% ഫിറ്റ് ആയിട്ടിരിക്കട്ടെ. ഷാക്ക അവൈലബിൾ ആണ്. ഷാക്കയുടെ കോൺട്രിബ്യൂഷൻ എന്തെന്നാലും, ഷാക്കയല്ല സാക്കയുടെ കോൺട്രിബ്യൂഷൻ എന്തെന്നാലും ഉണ്ടാവുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ വേറെ കോൺട്രിബ്യൂഷൻ എവിടെ നിന്ന് വരുന്നുള്ളത് കൂടെ തന്നെ നോക്കണം. കാരണം കൈ ഹാവർട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സീസൺ, ദെൻ ഇറ്റ് വിൽ ബി എൻ ഇഷ്യൂ. പിന്നെ വേറൊരു ഇഷ്യൂ ഉണ്ട്, ആർസണൽ ഫാൻസിന് അറിയാവുന്ന ഒരു കേസാണ്. കഴിഞ്ഞ സീസൺ മുഴുവനും ഒരു നല്ല ശതമാനം ഗോളുകൾ വന്നത് സെറ്റ് പീസിൽ നിന്നാണ്. ഈ സീസൺ അത് വരില്ല, കാരണം ടീമുകൾ അതിരുന്ന് പഠിച്ചിട്ടുണ്ടാവും, കംപ്ലൈന്റുകൾ പറയും. പ്രത്യേകിച്ച് ബെൻ വൈറ്റ് ഗോൾ കീപ്പറിനെ പോയി ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യവും ബ്ലോക്ക് ചെയ്യുന്ന കാര്യവും, ഇതൊക്കെ പ്രത്യേകിച്ച് റഫറികൾ ചിലപ്പോൾ വന്ന് നോട്ട് ചെയ്യും. അത് ഫൗളായിട്ട് വിളിക്കാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു റിതം, സെറ്റ് പീസിൽ നിന്ന് ഗോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു റിതം ബ്രേക്ക് ആവാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് വരുമ്പോൾ, അവിടെ നിന്ന് ഒരു 5 ഗോൾ മാറ്റിയാൽ തന്നെ ദാറ്റ്സ് ഗോണ ബി ആൻ ഇഷ്യൂ അല്ലെ. ആ ഗോൾ വേറെ എവിടെന്നെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. സോ ക്യാൻ ഓഡെഗാർഡ് ലിവ് അപ്പ് ടു ദർ എക്സ്പെക്ടേഷൻസ്? ഓഡെഗാർഡ് ഒരു കൺസിസ്റ്റന്റ് ഗോൾ സ്കോറർ ആവോ? അതുള്ളൊരു ചോദ്യമാണ്. എന്നെ സംബന്ധിച്ച് കൈ ഹാവർട്സ് ആണെന്നുണ്ടെങ്കിൽ മാർട്ടിനെല്ലി ലിഫ്റ്റ് അപ്പ്, ഓഡെഗാർഡ് ലിഫ്റ്റ് അപ്പ്. നേരെ മറിച്ച് അതല്ല, ഒരു പ്രോപ്പർ നമ്പർ 9 അല്ലെങ്കിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഗോൾ സ്കോറർ വന്നു കഴിഞ്ഞാൽ ആ പ്രഷർ ഒരുപാട് കുറയും. പക്ഷെ ആർട്ടറ്റയുടെ സിസ്റ്റത്തിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഗോൾ സ്കോറർ അല്ല വേണ്ടത്. കുറെ കൂടെ ലിങ്ക് അപ്പ് പ്ലേയിൽ ഇൻവോൾവ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗോൾ സ്കോററാണ് വേണ്ടത്. ഒരുപാട് പേരുകൾ കേൾക്കുന്നുണ്ട്, ഐസക്കിന്റെ പേരുകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ട്രൈക്കേഴ്സും മാർക്കറ്റിൽ ഇല്ല, വന്നാലും ഒരുപാട് എക്സ്പെൻസീവ് ആവും. അപ്പൊ അതെങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നതെന്ന് അറിയാം. ആൻഡ് വാട്ട് ഡസ് ആർട്ടറ്റ തിങ്ക് എന്നുള്ള ഒരു ചോദ്യം കൂടെ തന്നെയാണ്. ഡസ് ഹി വാണ്ട് ദാറ്റ് പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രൊഫൈൽ? പിന്നെ മിഡ്ഫീൽഡിൽ തോമസ് പാർട്ടി പോകുന്നു, ജോർഗിനിയോ സ്റ്റിൽ റിമെയിൻസ്. പക്ഷെ എന്നാലും അവിടെ ഒരു റീഇൻഫോഴ്സ്മെന്റ് ആവശ്യമുണ്ട്. ഡെക്ലൻ റൈസ് ഓൾറെഡി അവൈലബിൾ ആണ്, വിച്ച് ഇസ് ഫാന്റാസ്റ്റിക്. ബട്ട് യു നീഡ് അവിടെ ഒരു 1 more പ്ലെയർ, ഒരു സ്ക്വാഡ് പ്ലെയറിന്റെ ഒരു ആവശ്യം കാണുന്നതായിട്ട് തോന്നുന്നു. എന്നാലും അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമല്ല. പക്ഷെ എന്നാലും ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്ലെയറിന്റെ ആവശ്യമുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ മോർ ഓർ ലെസ് സ്ക്വാഡ് ഇസ് സെറ്റ്. പക്ഷെ ആ പറയുന്ന ഔട്ട് ആൻഡ് ഔട്ട് ഗോൾ സ്കോറർ ആരായിരിക്കും? അല്ലെങ്കിൽ ഷാക്കയാവും ഔട്ട് ആൻഡ് ഔട്ട് ഗോൾ സ്കോറർ? വി ഡോണ്ട് നോ. പക്ഷെ ഡെഫിനറ്റ്ലി യു നീഡ് വൺ. My thoughts. Do let me know guys, നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off, SK from Football is Live.